പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ഒരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിട്ടുള്ള കോമി പെപ്പറയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. കഴിഞ്ഞുപോയ സീസണിന്റെ പകുതിയായപ്പോഴാണ് പെപ്പറ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മികച്ച പ്രകടനം പുറത്തെടുത്തിരുന്നത്. എന്നാൽ പെപ്പറ അടുത്ത സീസണിലേക്ക് വരുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ ഉണ്ടാകുമോ എന്നുള്ള കാര്യം സംശയമാണ്. പരിക്ക് കാരണം കൊണ്ട് തന്നെ കഴിഞ്ഞുപോയ സീസണിൽ ഒരുപാട് മത്സരങ്ങളൊന്നും പെപ്പറയ്ക്ക് കളിക്കാൻ സാധിച്ചിരുന്നില്ല. പെപ്പറയും അതുപോലെ തന്നെ സൊറ്റീരിയോയുമാണ് അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ ഉണ്ടാകുമോ എന്ന് സംശയമുള്ള താരങ്ങൾ. നിലവിൽ ചില മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് പെപ്പറയെ ലോൺ അടിസ്ഥാനത്തിൽ മറ്റൊരു ക്ലബിലേക്ക് അയക്കാൻ ചാൻസ് ഉണ്ട് എന്നതാണ്. മാത്രമല്ല ചില ഐ ലീഗ് ടീമുകൾക്ക് പെപ്പറയെ ലോൺ അടിസ്ഥാനത്തിൽ ടീമിലേക്ക് എത്തിക്കാൻ താല്പര്യമുണ്ട്. നിലവിൽ നിരവധി മാധ്യമങ്ങളാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പെപ്പറയെ ലോൺ അടിസ്ഥാനത്തിൽ അയച്ചേക്കുമെന്ന വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പെപ്പറയുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റ്സുകൾ ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ചെയ്യുന്നതായിരിക്കും. അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ട്രാൻസ്ഫർ അപ്ഡേറ്റിനെ കുറിച്ചാണ് പറയാനായിട്ട് പോകുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ ഒരു ഫ്രഞ്ച് താരത്തിന്റെ സൈനിങ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് എന്നാണ് IFT ന്യൂസ് മീഡിയ വ്യക്തമാക്കുന്നത്. IFT ന്യൂസ് മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് 32 വയസ്സ് പ്രായം വരുന്ന ഫ്രഞ്ച് ഡിഫൻഡർ ആയിട്ടുള്ള അലക്സാണ്ടർ കൊയ്ഫ് എന്ന താരത്തിന്റെ സൈനിങ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അതിനുശേഷം മാർക്കസ് മെർഗ്ലാവോയും ഈ ഒരു റൂമറുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു. മാർക്കസ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: അലക്സാണ്ടർ കൊയ്ഫ് എന്ന ഈ ഒരു താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എന്നുള്ള വാർത്ത സത്യം തന്നെയാണ്. എന്നാൽ ട്രാൻസ്ഫർ ഫോർമാലിറ്റീസ് ഒന്നും കഴിഞ്ഞു എന്ന് തനിക്ക് അറിയില്ല എന്നാണ് മാർക്കസ് വ്യക്തമാക്കുന്നത്. താരത്തിനെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തു എന്നൊന്നും മാർക്കസ് ഉറപ്പിച്ചു പറയുന്നില്ല. അലക്സാണ്ടർ കൊയ്ഫ് എന്ന ഈ ഒരു താരത്തിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നിലവിൽ 32 വയസ്സ് പ്രായം വരുന്ന താരം ഒരുപാട് ക്ലബ്ബുകൾക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട്. സെൻട്രൽ ബാക്കായിട്ടും ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ടും റൈറ്റ് ബാക്കായിട്ടും ഈ ഒരു താരത്തിന് കളിക്കാൻ സാധിക്കും. തന്റെ കരിയറിൽ കൂടുതലും ഫ്രഞ്ച് ക്ലബ്ബുകൾക്ക് വേണ്ടിയൊക്കെയാണ് താരം കളിച്ചിട്ടുള്ളത്. താരം അവസാനമായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഫ്രഞ്ച് ക്ലബിന് വേണ്ടി 20 മത്സരങ്ങൾ കളിച്ച താരത്തിന്റെ പേരിൽ 3 അസിസ്റ്റുകളുണ്ട്. എന്തുകൊണ്ടും മികച്ച എക്സ്പീരിയൻസ് ആയുള്ള ഒരു ഡിഫൻഡർ തന്നെയാണ് ഇദ്ദേഹം. ഈ ഒരു സൈനിങ്ങുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായമൊക്കെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. കൂടുതൽ ISLുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഓപ്ഷൻ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.